ഇന്ന് 2 സർപ്രൈസുകൾ പുറത്തുവിട്ടുകൊണ്ടാണ് എംബ്രാൻ ടീം നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. നമ്മളെല്ലാവരും അതിശയത്തോടെ എംബ്രാനിൽ കണ്ട ഒരു പ്രത്യേക ക്യാരക്ടർ ഉണ്ടാകുമെന്ന് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചെങ്കിലും ഒരു മികച്ച കഥാപാത്രത്തിനെ അവതരിപ്പിച്ചുകൊണ്ടാണ് സാക്ഷാൽ പ്രൊഡ്യൂസർ ആന്റണി പെരുമ്പാവൂർ എത്തിയത്. ഡാനിയൽ റാവുത്തർ എന്ന കഥാപാത്രത്തെയാണ് ആന്റണി പെരുമ്പാവൂർ സിനിമയിൽ അവതരിപ്പിച്ചത്. മികച്ച അഭിപ്രായമാണ് ഈ വേഷത്തിന് ലഭിച്ചതും. അതേസമയം ഈ ക്യാരക്ടറിന്റെ പോസ്റ്റർ അവതരിപ്പിച്ചുകൊണ്ടാണ് ഇന്നേ ദിവസം എംബ്രാൻ ടീം അംഗങ്ങൾ എത്തിയത്. ആന്റണി പെരുമ്പാവൂർ അവതരിപ്പിച്ച കഥാപാത്രത്തിനെ കുറിച്ചുള്ള വലിയ ഡിസ്കഷനുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. അതിലും വലിയ ഡിസ്കഷൻ നടക്കുന്ന ഒരു സംഭവം കൂടി അവർ ഇറക്കിവിട്ടു. അസ്രയേൽ എന്ന ടെയിലെൻഡിലെ ആ സോങ് അവതരിപ്പിച്ചുകൊണ്ടാണ് ഇന്നത്തെ മറ്റൊരു അപ്ഡേറ്റ് എത്തിയത്. അസ്രയേൽ എന്നത് എല്ലാവരും നോട്ട് ചെയ്ത ഒരു കാര്യമായിരുന്നു. വരാൻ പോകുന്ന L3യുടെ പേര് അസ്രയേൽ എന്നായിരിക്കുമെന്നുള്ള കാര്യങ്ങൾ നമ്മൾ അറിയുന്നതും ഇനി ഒഫീഷ്യൽ അപ്ഡേറ്റിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നതും. അസ്രയേൽ എന്ന പാട്ട് അവതരിപ്പിക്കുമ്പോൾ അതിൽ ഒളിഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചും നേരത്തെ തന്നെ ഹിന്റ് നൽകിയിരുന്നു സംവിധായകൻ പൃഥ്വിരാജ്. അതിൽ കാണിക്കുന്ന ന്യൂസ് കട്ടിങ്ങുകളൊക്കെ വായിക്കണം, അത് L3യിലേക്ക് ലീഡ് ചെയ്യുന്ന സംഭവങ്ങളാണ് എന്നതൊക്കെ. ഇപ്പോൾ ആ വീഡിയോ നമ്മുടെ മുന്നിലേക്ക് എത്തിയപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് പ്രേക്ഷകർ എത്തുന്നത്. കാരണം ഈ ചിത്രത്തിൽ എബ്രഹാം ഖുറേഷിയെക്കുറിച്ചും എബ്രഹാം ഖുറേഷിയുടെ വില്ലനായി എത്താൻ പോകുന്ന ഷൻ ട്രയാഡിന്റെ അധിപൻ ഷെല്ലോങ് ഷെന്നിന്റെ കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇതിലൂടെ അറിയുകയാണ്. ആഫ്രോ ചൈനീസ് നെക്സസും ഖുറേഷി എബ്രഹാം നെക്സസും തമ്മിലുള്ള കണക്ഷനും അവർ തമ്മിലുള്ള വാറുകളും ഒക്കെയാണ് നമ്മൾ ഇനി അറിയാൻ പോകുന്നത്. അതിന്റെ ഹിന്റുകളാണ് അസ്രയേൽ എന്ന പാട്ടിലുള്ളതും. അപ്പോഴാണ് ഇനി L3യെ കുറിച്ചുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ കൊടുക്കുന്നതും. 15 വയസ്സിൽ നാട് വിട്ട് പോയ സ്റ്റീഫൻ പിന്നീട് നെടുമ്പള്ളിയിലേക്ക് തിരിച്ചെത്തുന്നത് 26 വർഷങ്ങൾക്ക് ശേഷമാണ്. ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് പോലും അറിവില്ല അത്രയും വർഷം സ്റ്റീഫൻ എവിടെയായിരുന്നു എന്ന്. എന്താണ് ഈ കാലഘട്ടങ്ങളിൽ അയാൾ ചെയ്തത്? ലൂസിഫറിൽ ഫാസിൽ അവതരിപ്പിച്ച നെടുമ്പള്ളി അച്ഛന്റെ ഡയലോഗിലൂടെയാണ് പ്രേക്ഷകരിലേക്ക് തിരക്കഥാകൃത്ത് സ്റ്റീഫൻ ഈ കഴിഞ്ഞ കാലത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ലൂസിഫറിന്റെ 2ാം ഭാഗമായ എംബ്രാനിൽ സ്റ്റീഫന്റെ ഭൂതകാലം കാണാൻ ആഗ്രഹിച്ചവരെ തെല്ലൊന്ന് നിരാശപ്പെടുത്തിയിരുന്നു. പൂർണ്ണമായും സ്റ്റീഫൻ ആരാണെന്നുള്ളത് ഇപ്പോഴും ഗൂഢമായി തന്നെ നിലനിൽക്കുകയാണ്. എംബ്രാന്റെ അവസാനം യങ് സ്റ്റീഫനെ കാണിച്ചുകൊണ്ടാണ് ചിത്രം അവസാനിക്കുന്നത്. 3ാം ഭാഗം ഉറപ്പായും എബ്രഹാം ഖുറേഷിയിലേക്കുള്ള സ്റ്റീഫന്റെ യാത്രയാകും പറയുന്നത് എന്ന് ഉറപ്പായി. ഇതിനിടയിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് സിനിമയുടെ 3ാം ഭാഗത്ത് നൽകുന്ന പേര് എന്തായിരിക്കുമെന്നതാണ്. അസ്രയേൽ എന്നാകുമെന്ന് ഭൂരിഭാഗം സിനിമാ പ്രേമികളും അഭിപ്രായപ്പെടുകയും ചെയ്തു കഴിഞ്ഞു. ഇപ്പോഴിതാ അപ്ഡേറ്റും അസ്രയേലുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ ഉറപ്പിക്കുകയാണ് അത് തന്നെയായിരിക്കും പേരെന്ന്. കൂടാതെ ദീപക് ദേവും ഇത് പറഞ്ഞു വെച്ചു കഴിഞ്ഞു. ഇതിൽ കാരണമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് എംബ്രാന്റെ അവസാനത്തിൽ 3ാം ഭാഗത്തെക്കുറിച്ചുള്ള സൂചനയായുള്ള പാട്ടിൽ ഹമ്മിങ്ങായി കടന്നുവരുന്ന പദം അസ്രയേൽ എന്നതാണ്. 2ാം ഭാഗത്തിലേക്കുള്ള സൂചനയായി ലൂസിഫർ സിനിമയുടെ അവസാന രംഗത്ത് കാണിച്ച പാട്ടിൽ എംബ്രാനെ എന്ന പ്രയോഗമുണ്ടായിരുന്നു. ഇത്തവണ അത് അസ്രയേൽ എന്നാണ്. അതുമാത്രമല്ല ഫാദർ നെടുമ്പള്ളി സ്റ്റീഫനെ വിശേഷിപ്പിക്കുന്നത് പിതാവിന്റെയും പുത്രന്റെയും ഇടയിൽ വിരിഞ്ഞ ഇരുട്ടിന്റെ പൂവെന്നാണ്. എന്നാൽ സ്റ്റീഫൻ സ്വയം വിശേഷിപ്പിക്കപ്പെടുന്നതാവട്ടെ ദൈവപുത്രൻ ചെയ്ത പാപങ്ങളുടെ വിളവെടുക്കാൻ ദത്തുപുത്രൻ ഉയർത്തെഴുന്നേൽക്കേണ്ടി വന്നു. മാലാഹമാർക്ക് കടന്നു ചെല്ലാൻ സാധിക്കാത്ത ഇടങ്ങളിലേക്ക് ദൈവം അമ്മമാരെ അയച്ചതുപോലെ ദൈവത്തിന് കടന്നു ചെല്ലാൻ അറപ്പുള്ള ഇടങ്ങളിലേക്ക് ദൈവം തന്നെ നാടുകടത്തിയ കറുത്ത മാലാഹയല്ലേ ഞാൻ എന്നാണ്. കറുത്ത മാലാഹ അഥവാ മരണത്തിന്റെ മാലാഹ എന്ന അർത്ഥമാണ് അസ്രയേൽ എന്ന വാക്കിനുള്ളത്. ദൈവത്തിന്റെ മരണ ദൂതനാണ് അസ്രയേൽ. ക്രിസ്ത്യൻ ഇസ്ലാമിക് ചരിത്രത്തിലും വിശ്വാസത്തിലും നാടോടി കഥകളിലും ഈ പേര് വ്യാപകമാണ്. അനീതിക്കെതിരെ പ്രതികാരം ചെയ്യുന്ന നരകത്തിന്റെ മാലാഹയാണ് അസ്രയേൽ എന്നാണ് വിശ്വാസം. കബൂഗയെ കൊലപ്പെടുത്തിയ ശേഷം സ്റ്റീഫൻ പറയുന്നത് നമുക്ക് നരകത്തിൽ വെച്ച് കാണാം എന്നാണ്. ഇതെല്ലാം കൂട്ടിച്ചേർത്താണ് സിനിമയുടെ 3ാം ഭാഗത്തിന്റെ പേര് അസ്രയേൽ എന്നാകുമെന്ന് പ്രേക്ഷകർ പറയുന്നതും. ഇതിനിടയിൽ സിനിമയുടെ സംഗീത സംവിധായകൻ ദീപക് ദേവ് ഈ കാര്യം സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. അസ്രയേൽ എന്നാകും സിനിമയുടെ 3ാം ഭാഗത്തിന്റെ പേരെന്നാണ് പ്രതീക്ഷ എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത്. ലൂസിഫർ സിനിമയുടെ 2ാം ഭാഗത്തിന്റെ പേര് ദീദിയുടെ ശബ്ദത്തിൽ വന്ന പാട്ടിലൂടെ തന്നെയായിരുന്നു പുറത്തുവിട്ടത്. ഇത്തവണ അടുത്ത പടത്തിന്റെ പേര് ദീദിയെ കൊണ്ട് തന്നെ അനൗൺസ് ചെയ്യിപ്പിക്കട്ടെ എന്ന് പൃഥ്വി ചോദിച്ചിരുന്നുവെന്നും ദീപക് പറയുകയുണ്ടായി. ലൂസിഫർ ഇറങ്ങിയ കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച നടന്നത് എന്താണ് ലൂസിഫർ എന്ന വാക്കിന്റെ അർത്ഥം എന്നറിയാനായിരുന്നു. ക്രിസ്ത്യൻ വിശ്വാസപ്രകാരം പിശാജ് എന്ന് വിളിക്കപ്പെടുന്ന സാത്താന്റെ ഉത്ഭവ രൂപമാണ് ലൂസിഫർ എന്ന് അന്ന് സോഷ്യൽ മീഡിയ കണ്ടെത്തിയിരുന്നു. പ്രകാശം കൊണ്ടുവരുന്നവൻ, ശുക്രനക്ഷത്രം, സാത്താൻ എന്നിവ ലൂസിഫർ എന്ന പദത്തിന്റെ നാമങ്ങളാണ്. ഏറെക്കുറെ ഇതിനോടെല്ലാം ചേർന്ന് നിൽക്കുന്നതായിരുന്നു സിനിമയിലെ സ്റ്റീഫൻ ചായന്റെ കഥാപാത്രവും. പിന്നീട് എമ്പുരാൻ എന്ന വാക്കിന്റെ അർത്ഥവും പ്രേക്ഷകർ കണ്ടെത്തിയിരുന്നു. രാജാവിന് മുകളിൽ ദൈവത്തിന് താഴെ എന്നാണ് എമ്പുരാൻ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദൈവത്തിന് വേണ്ടി കാര്യങ്ങൾ നടത്തുന്ന വ്യക്തിയാണ് ഈ വാക്കിലൂടെ ഉദ്ദേശിക്കുന്നത്. അതേസമയം എംപയർ അഥവാ ചക്രവർത്തി, തമ്പുരാൻ എന്നീ പദങ്ങളുടെ സംയോജനം കൂടിയായി ഈ വാക്ക് കാണുന്ന ആരാധകരുമുണ്ട്. ഇനി അസ്രയേലാണ്. അസ്രയേൽ എന്ന പ്രഖ്യാപനം കാത്തിരിക്കുകയാണ് പ്രേക്ഷകരും. ഉടനെ തന്നെ L3യുടെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് നിർമ്മാതാവടക്കം പറഞ്ഞിരിക്കുന്നത്. അന്നറിയാം അസ്രയേൽ എന്ന് തന്നെയാകുമോ L3യുടെ പേര് എന്നത്.